ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് തരുണിന്റെയും സോനയുടെയും വിവാഹം. രാവിലെ അവരുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവുകയാണ് അമ്മുവും സിദ്ധുവും. അമ്മു ഒരു ബേബി പിങ്ക് കളർ സാരിയാണ് വേഷം. കയ്യിൽ രണ്ടും ഓരോ സ്വർണ്ണവളയും, കഴുത്തിൽ മിന്നുമാലയോടൊപ്പം മറ്റൊരു കുഞ്ഞുമാലയും. മുടി അഴിച്ചിട്ടിരിക്കുകയാണ്, കാതിലൊരു കമ്മലും. അവൾ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറകിൽ കൂടി അവൻ അവളെ ചേർത്ത് പിടിച്ചത്. ഇരു കൈകളും അവളുടെ വയറ്റിൽ കൂടി ചുറ്റി അവൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി. അവൾ ചിരിച്ചുകൊണ്ട് കണ്ണാടിയിൽ കൂടി തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അതേ കളർ ഷർട്ടും മുണ്ടും തന്നെയായിരുന്നു വേഷം. അവിയേട്ടാ, അവൾ ചിണുങ്ങി. എൻ്റെ അമ്മ ഇന്ന് പതിവില് സുന്ദരിയായിട്ടുണ്ട്. അവൻ അവളുടെ കഴുത്തിലൊന്ന് ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു. അത് അവിയേട്ടന് ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടതുകൊണ്ട് തോന്നുന്നതാ. അവൾ ചിരിയോടെ അവന് മറുപടി നൽകി. ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിലും എൻ്റെ കണ്ണിൽ എൻ്റെ അമ്മ സുന്ദരി തന്നെയാ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. അവിയേട്ടാ, അവൾ വീണ്ടും വിളിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് കണ്ണാടിയിൽ കൂടി തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ഉറപ്പില്ല, എങ്കിലും എനിക്കൊരു സംശയം. അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ വീണ്ടും നോക്കി. അത് തിരിച്ചു വരുമ്പോൾ ഒരു പ്രഗ്നൻസി കിറ്റ് കൂടി വാങ്ങാം. അവൾ പറഞ്ഞതും അവൻ അവളിൽ നിന്നും അകന്നു. പിന്നെ അവളെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തി. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ സംശയത്തോടെയും. പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. പിന്നെ ആ കൈയെടുത്ത് അവളുടെ വയറ്റിൽ വെപ്പിച്ചു. നമ്മളെ പപ്പയെന്നും മമ്മയെന്നും വിളിക്കാൻ ആരോ വരുന്നത് പോലെ ഒരു സംശയം. അവൾ അവൻ്റെ കൈ വയറ്റിൽ വെപ്പിച്ചതിന് ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സത്യമാണോ അമ്മോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഉറപ്പില്ല, ബട്ട് ഒരു ഡൗട്ട്. പീരീഡ്സ് ആയില്ല ഇതുവരെ. ഡേറ്റ് അങ്ങനെ തെറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഷുവറല്ല. തിരിച്ചു വരുമ്പോൾ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കാം. അവൾ അവനെ നോക്കി പറഞ്ഞു. എങ്കിൽ വാ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ട് മാരേജിന് പോകാം. അവൻ അവളോട് പറഞ്ഞതും അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനെ നോക്കി. ഇപ്പോൾ പോയാൽ ഇന്നിനി മാരേജിന് പോകാനേ പറ്റില്ല. ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യാൻ താമസിക്കും. തൽക്കാലം ഒരു കിറ്റ് വാങ്ങി നോക്കാം. എന്നിട്ട് പിന്നെ നാളെയോ മറ്റോ പോകാം. അങ്ങനെയുണ്ടെങ്കിൽ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഉണ്ടാകുമായിരിക്കും അല്ലേ? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. അറിയില്ല, പ്രതീക്ഷ ഒന്നും വെക്കണ്ട അവിയേട്ടാ, നമുക്ക് നോക്കാം. ഇപ്പം ആരോടും പറയണ്ട, മുത്തശ്ശിയോട് പോലും. ഇനി അഥവാ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും അതൊരു വിഷമമാകും. അതുകൊണ്ട് നമുക്ക് കൺഫേം ആക്കിയിട്ട് പറഞ്ഞാൽ മതി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. ആദിത്യയാണെന്ന് അവളുടെ വിളിയിൽ നിന്ന് മനസ്സിലായി. ഒന്നും പറയല്ലേ, അവൾ അവനെ നോക്കി പറഞ്ഞതും അവനില്ല എന്ന് ചുമലനക്കി. അവൾ പോയി വാതിൽ തുറന്നു. ആദ്യം തന്നെയായിരുന്നു. അവൾ അമ്മുവിൻ്റെ അതേ പാറ്റേൺ തന്നെ പിസ്ത ഗ്രീൻ കളർ സാരിയായിരുന്നു വേഷം. കഴുത്തിലൊരു കുഞ്ഞുമാലയും കാതിൽ ജിമിക്ക് കമ്മലും. ഇരു കൈകളിലും സാരിയുടെ അതേ കളർ വളയും. മുടി അഴിച്ചിട്ടിട്ട് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞിട്ട് സിദ്ധു രാവിലെ പോയി വാങ്ങിയിട്ട് വന്നതാണ് ആ മുല്ലപ്പൂ. അമ്മുവിന് പിന്നെ പൂവൊന്നും വേണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഭാര്യയും ഭർത്താവും കൂടി റൊമാൻസൊക്കെ കളിച്ചത് മതി. ഇവിടെ വിവാഹം കഴിക്കാത്ത സിംഗിൾസ് ആയ നമ്മളൊക്കെ ഉണ്ടെന്ന് ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. അവൾ അവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞങ്ങൾ മര്യാദയ്ക്കൊന്ന് പ്രേമിക്കാൻ നീ സമ്മതിക്കില്ലല്ലോ. സിദ്ധു അവളെ നോക്കി തിരികെ പറഞ്ഞു. ഹാ, തൽക്കാലം ഇന്ന് ഇത്രയൊക്കെ പ്രേമിച്ചാൽ മതി. ബാക്കി നമുക്ക് വന്നിട്ട് പ്രേമിക്കാം. രണ്ടുപേരും ഒന്ന് വന്നേ, സമയമായി. അവൾ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. സിദ്ധു അവളെ കളിയാക്കി. എങ്ങോട്ട്? അവൾ ചോദിച്ചു. അശ്വിൻ അവിടെ എത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തു കാണും. അതിനാ ഇപ്പം ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്. സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അമളി പറ്റിയതുപോലെ അവനെ നോക്കി ചിരിച്ചു. ചേട്ടായി ചെന്നോ? അത് കേട്ടതും അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു. ആ, അവൻ തരുണിന്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. നിന്നെ ഇവളെയും തരുണിന്റെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് വേണം പിന്നെ നിങ്ങളെ സോനയുടെ അടുത്താക്കിയിട്ട് എനിക്ക് വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരാൻ. സിദ്ധു അവരെ രണ്ടുപേരെയും നോക്കി മറുപടി പറഞ്ഞു. ഓ, അറിയാവുന്ന രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിച്ചാൽ ഇതാ പ്രശ്നം. രണ്ട് വീട്ടിലേക്കും പോകണം. ആദ്യം അവരെ നോക്കി പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ചിരിച്ചു. എങ്കിൽ പിന്നെ പോകാം. സിദ്ധു അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. അമ്മ ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മുറിയിൽ നിന്നും ഇറങ്ങി. അവർ മൂന്ന് പേരും കൂടി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാൻ നേരം അമ്മുവിൻ്റെ കാലൊന്ന് തെറ്റി അവൾ പെട്ടെന്ന് വീഴാനായിപ്പോയി. അമ്മ സൂക്ഷിച്ച്. സിദ്ധു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല അബിയേട്ടാ, സാരിയിൽ തെറ്റിയതാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഈ സമയത്ത് ഇങ്ങനെ അലസായിട്ട് നടക്കുകയാണോ അമ്മ ചെയ്യേണ്ടത്? ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അവൻ അവളെ വഴക്കു പറയുന്ന പോലെ പറഞ്ഞു. ഏത് സമയമായേട്ടാ? രാവിലെയാണോ? അത് കേട്ടതും ആദിത്യ സംശയത്തോടെ അവനോട് ചോദിച്ചു. അപ്പോഴാണ് ശരിക്കും അവൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വന്നത്. ആ ആ അവൻ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. അതെന്താ രാവിലെ സൂക്ഷിച്ച് നടക്കാൻ പറയുന്നേ? ഞാൻ ഇതുവരെ അങ്ങനൊന്നും കേട്ടിട്ടില്ലല്ലോ. ആദ്യത്തെ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവളുടെ ഓരോ സംശയങ്ങൾ കേട്ട് അമ്മുവിന് ചിരി വന്നു. അമ്മു ചിരിച്ചുകൊണ്ട് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ദൈവമേ, അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഏട്ടാ, നെഞ്ചുവേദനയുണ്ടോ? അവൻ്റെ ആക്ഷൻ കണ്ട് ആദി വീണ്ടും അവനോട് ചോദിച്ചു.
എന്റെ പൊന്നാദി ഒന്നുമില്ല, നീ അങ്ങോട്ട് നടക്ക്. അവൻ അവളുടെ തോളിൽ രണ്ട് കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങി. അവനും അമ്മവും അവളുടെ പുറകെയും ഇറങ്ങി. പിന്നെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞതിന് ശേഷം അവർ തരുണിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ഏട്ടാ, നിങ്ങളുടെ വാവ ഇനി എപ്പോഴാ വരുന്നേ? കാറിലിരുന്ന് ആദിത്യ സംശയത്തോട് ചോദിച്ചതും അമ്മ പെട്ടെന്ന് ഞെട്ടി അവളെ തിരിഞ്ഞു നോക്കി. അവനും സംശയത്തോടെ കണ്ണാടിയിൽ കൂടി പുറകിലിരിക്കുന്ന അവളുടെ മുഖത്തേക്കാണ് നോക്കിയത്. അതെ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു കുഞ്ഞുവാവയെ താലോലിക്കാനും ഒരുക്കിക്കൊണ്ട് നടത്താനൊക്കെ. എൻ്റെ കല്യാണത്തിന് മുമ്പേ നിങ്ങൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അവൾ അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ സമയമാകുമ്പോൾ വരും. ഇപ്പം എൻ്റെ പൊന്നുമോള് പഠിച്ചിട്ട് നല്ല ജോലിക്ക് കയറാൻ നോക്ക്. സിദ്ധു അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ കണ്ണാടിയിൽ കൂടി തന്നെ മുഖം കോട്ടി കാണിച്ചു. അമ്മു ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മിയും കാണിച്ചു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ തരുണിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആദ്യ കാറിൽ നിന്നും ഇറങ്ങിയതും ചുറ്റിനും ഒന്ന് നോക്കി. ആരെയായി നോക്കുന്നേ? അവൾ ആരെയോ നോക്കുന്നത് കണ്ടതും അമ്മു ചിരിയോടെ അവളോട് ചോദിച്ചു. ഓ, ഒന്നും അറിയാത്ത പോലെ നടിക്കലേ നാത്തൂനെ. അവളും തിരികെ അമ്മുവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടായി തരുണേട്ടൻ്റെ കൂടെ കാണും, വാ. അവൾ പറഞ്ഞതിന് ശേഷം തൻ്റെ അടുത്ത് വന്നു നിന്ന അഭിയുടെ മുഖത്തേക്ക് നോക്കി. തരുണിനെ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളെ രണ്ടുപേരും ഞാൻ സോനയുടെ വീട്ടിലേക്ക് ആക്കിയേക്കാം. അവിടുന്ന് അവരുടെ കൂടെ പള്ളിയിലേക്ക് വന്നാൽ മതി. ഇനി അത് അവൾക്കൊരു വിഷമാവണ്ട. സിദ്ധു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അവരെല്ലാവരും കൂടി തരുണിന് ഒരുങ്ങി നിൽക്കുന്ന മുറിയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തരുണിന്റെ മുറിയിൽ അവനോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു അശ്വിൻ. അവനൊരു നീല കരയുള്ള മുണ്ടും നീല ഷർട്ടുമായിരുന്നു വേഷം. അവനെ കണ്ടതും ആദിയുടെ കണ്ണുകൾ വിടർന്നു. അവർ മൂന്നുപേരും അങ്ങോട്ടേക്ക് കയറി വരുന്നത് കണ്ടതും അശ്വിൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പെണ്ണൊരുങ്ങി സുന്ദരിയായിട്ടിരിക്കുകയായിരുന്നു. അവൻ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചതും അവളും തിരികെ അവന് വേണ്ടി പുഞ്ചിരിച്ചു. ദേ, നീ കാണാൻ വേണ്ടി കാത്തിരുന്ന ആള്. അശ്വിനെ കണ്ടതും അമ്മു ചിരിച്ചുകൊണ്ട് ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ വീണ്ടും ചിരിച്ചു. നീ അപ്പം എൻ്റെ കല്യാണത്തിന് വന്നതല്ലേ? ഇവനെ കാണാൻ വേണ്ടിയിട്ടാണോടി ഒരുങ്ങി ഇങ്ങോട്ട് വന്നത്? അത് കേട്ടതും തരുൺ കപട ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഇളിച്ചു കാണിച്ചു. എങ്കിൽ പിന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ട് വാ, ഞാൻ നിങ്ങളെ രണ്ടുപേരെ സോനയുടെ വീട്ടിലേക്ക് ആക്കാം. സിദ്ധു അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. അമ്മു അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ബോക്സ് എടുത്ത് അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്താ അമ്മു? അത് കണ്ടതും തരുൺ സംശയത്തോടെ അവളോട് ചോദിച്ചു. തരുണേട്ടൻ തന്നെ തുറന്നു നോക്ക്. അമ്മു ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവൻ ആ ബോക്സ് തുറന്നു നോക്കി. പോപ്പുലർ ബ്രാൻഡായ കാസിയോ ഡിഫൈസ് ക്രോണോഗ്രാഫ് അനലോഗ് വാച്ചായിരുന്നു അത്. കാര്യമായിട്ടാണല്ലോ അമ്മു. അത് തുറന്നു നോക്കിയതിന് ശേഷം തരുൺ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. തരുണേട്ടനെ ഇഷ്ടപ്പെട്ടോ? അമ്മുവും തിരികെ അവനോട് ചോദിച്ചു. പിന്നെ ഇഷ്ടപ്പെടാതെ, ഒരുപാട് ഇഷ്ടമായി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഗിഫ്റ്റ്. അവൻ അവളോട് മറുപടി പറഞ്ഞു. നിന്റെ ഗിഫ്റ്റ് എന്താടി? വലിയ ബോക്സൊക്കെ ആണല്ലോ. വലിയ എന്തെങ്കിലും ഗിഫ്റ്റാണോ? വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് നിൽക്കുന്ന ആദിയുടെ മുഖത്തേക്ക് നോക്കി തരുൺ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ, ഇത്രയും വില കൂടിയ ഗിഫ്റ്റൊന്നും വാങ്ങാൻ എൻ്റെ കയ്യിലില്ല ഏട്ടാ. ഇത് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റാ. അവൾ ചിരിച്ചുകൊണ്ട് ആ കവർ അവൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. അശ്വിൻ അവളുടെ സംസാരവും അവൾ തരുണിന് ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെ നോക്കി ചിരിയോടെ തന്നെ നിൽക്കുകയായിരുന്നു. തരുൺ അവളുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങിയതിന് ശേഷം ആ ബോക്സ് തുറന്നു നോക്കി. ഒരു ബ്ലാക്ക് കളർ ചെക്കിൻ്റെ ഷർട്ടും ഒരു ബ്ലൂ ഷർട്ടുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അവളാണെങ്കിൽ അവനത് ഇഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖഭാവം കാണാൻ വേണ്ടി മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ തരുണേട്ടാ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒരുപാട് ഇഷ്ടമായി. നിനക്ക് ഇത്രയൊക്കെ സെലക്ഷൻ ഉണ്ടായിരുന്നോ? തരുൺ അവളെ കളിയാക്കിയതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ സെലക്ഷനൊന്നും തെറ്റാറില്ല. അവൾ തരുണിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അശ്വിൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് ചിരിക്കുകയായിരുന്നു. ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സോനയുടെ അടുത്തേക്ക് പോയാലോ? സിദ്ധു ചിരിച്ചുകൊണ്ട് രണ്ട് പെൺപിള്ളേരെ നോക്കി ചോദിച്ചതും അവർ രണ്ടുപേരും തലയാട്ടി. ഞാൻ ഇവരെ രണ്ടുപേരെ അവിടെ ആക്കിയിട്ട് വരാം. സിദ്ധു തരുണിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഓക്കെ പറഞ്ഞു. എടി, നീ കാണാൻ വന്ന ആളിനോടൊന്നും സംസാരിക്കുന്നില്ലേ? അമ്മു ആണ് അത് ആദിയോട് ചോദിച്ചത്. അതിനൊന്നും സമയം കിട്ടണ്ടേ? ഇനി സോനയുടെ വീട്ടിലേക്കും പോകേണ്ടതല്ലേ? പള്ളി വെച്ച് കാണുമ്പോൾ ഞാൻ സംസാരിച്ചോളാം. അവൾ അമ്മുവിനെയും അശ്വിനെയും ഒക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അശ്വിൻ ചിരിച്ചു. വേണ്ട വേണ്ട, ഇനി കാറി വന്ന് കയറിയിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു, അതുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് നീ സംസാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും ഞാനും അമ്മും കൂടി അമ്മയും ചേച്ചിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സിദ്ധു അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. സിദ്ധു അമ്മുവിനെയും കൂട്ടി മുറിയിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും തരുണിന്റെ കൂടെ പഠിച്ച 2-3 ആൺകുട്ടികൾ അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവരെ കണ്ടതും തരുൺ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അശ്വിനും ആദിയും മാത്രമായി ആ മുറിയിൽ. ആദി അവനെ നോക്കി ചിരിച്ചതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. എന്താ വരാൻ ലേറ്റായത്? അശ്വിൻ അവളെ നോക്കി ചോദിച്ചു. അത് അമ്മുവും സിദ്ധേട്ടനും ലേറ്റായി, അതുകൊണ്ടാ. അവളും തിരികെ അവനോട് മറുപടി പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവൾക്ക് ആകെ ഒരു ചളുപ്പ് തോന്നി. ചളുപ്പിനേക്കാൾ കൂടുതൽ അവൾക്ക് തോന്നിയത് നാണോ എന്ന വികാരമായിരുന്നു. അവൻ നോക്കുന്നത് കാണും തോറും അവളുടെ നെഞ്ചിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിനായി.
നല്ല രസമുണ്ട് നിന്നെ ഈ സാരി കാണാൻ. ഞാൻ ആദ്യമായിട്ടാ നീ സാരി ഉടുത്ത് കാണുന്നത്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. പിന്നെ വേറെന്തുണ്ട്? ഇനി സോനയുടെ വീട്ടിലേക്ക് പോവുകയല്ലേ? അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി. അവൾ ഒന്നും മിണ്ടാതെ അവൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. സാധാരണ തന്നോട് ഇങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്നവളാ ഇന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് അവന് തോന്നി. ഇന്നെന്തു പറ്റി? ആകെ ഒരു നാണവും പരവേശവും ഒക്കെയാണല്ലോ. അവളുടെ നിൽപ്പ് കണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല. അവൾ അവനെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. എന്നാലും എന്തോ ഒരു കാര്യമുണ്ട്. എന്താണേലും എന്നോട് പറ. അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഉം. അവളങ്ങനെ നോക്കുന്നത് കണ്ടതും അവൻ പുരികം പൊക്കി എന്താണെന്നുള്ള രീതിയിൽ അവളോട് ചോദിച്ചു. ഇതുവരെ എന്നോട് ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ നമ്മുടെ കല്യാണത്തിനെ പറ്റി. ഇത്രയും സംസാരിച്ചിട്ടും അശ്വിനേട്ടന് ഞാൻ ഓക്കെ അല്ലേ? അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു. ഇത്രയും സംസാരിച്ചിട്ടും അവന് തന്നെ ഇഷ്ടമായില്ലേ എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. അതിന് ആദിയോട് ആരാ പറഞ്ഞത് എനിക്ക് ആദിയെ ഇഷ്ടമല്ല എന്ന്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോ ഏട്ടനെന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ? അവൾ സംശയത്തോടെ അതിലുപരി ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു. ഇഷ്ടമാണല്ലോ. ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് കൈകൾ മാറിൽ കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ശരിക്കും? അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനവൻ തലയാട്ടി. അവൻ പോലും പ്രതീക്ഷിക്കാതെ അവൾ അവന്റെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൻ കവിളിൽ കൈവച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഒരു നീക്കം അവളിൽ നിന്നും അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അവളെ വായും തുറന്ന് നോക്കുന്നത് കണ്ടതും അവൾ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. അവൻ അപ്പോഴും കവിളിൽ കൈവച്ചുകൊണ്ട് അവളുടെ പ്രവൃത്തിയിൽ വായും തുറന്ന് നിൽക്കുകയായിരുന്നു.